പുറപ്പാട് 33:14 യഹോവയുടെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, യഹോവ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യഹോവയാം ദൈവത്തിന്റെ ജനമായ ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, 2 ശമൂവേൽ 7:11 ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് യഹോവ ദാവീദിനോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന വിവിധ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി നിങ്ങൾക്ക് സ്വസ്ഥത തരുവാൻ ദൈവം സർവശക്തനായി നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ നിങ്ങൾ ഒരിക്കലും അനാഥരല്ല. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്നല്ലേ നമ്മളുടെ കർത്താവായ യേശു പറഞ്ഞിട്ടുള്ളത്. പുറപ്പാട് 33:14 എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന് യഹോവ മോശയോട് പറഞ്ഞപ്പോൾ 15-ാം വാക്യത്തിൽ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് മോശ യഹോവയോട് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആഗ്രഹവും തീരുമാനവും ഉണ്ടായിരിക്കണം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് നാം നമുക്ക് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കാതെ, അത് നമ്മളുടെ കാൽ വെക്കുന്ന വഴികൾ മാത്രമല്ല, നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും ഇങ്ങനെ നമ്മളുടെ മനസ്സും ഹൃദയവും ഒക്കെ സഞ്ചരിക്കുന്ന വഴി യഹോവയുടെ സാന്നിധ്യം കൂടെ വരുന്ന വഴിയാണോ എന്ന് പരിശോധിച്ചു വേണം നാം അനുദിനം യാത്ര ചെയ്യുവാൻ. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. എങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് സ്വസ്ഥത നൽകിത്തരും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.